വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതും ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതും മാർക്കറ്റിൽ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഫുഡ് ബേസ്ഡ് ബിസിനസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ എന്നുള്ളത് കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള മോമോ ഹങ്കറിലാണ്. നിങ്ങൾക്ക് ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നല്ല ROI കിട്ടുന്ന ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് അവസരം പരിചയപ്പെടുത്താനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാനൊരു ഡൈഹാർഡ് മോമോ ഫാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്രാൻഡിനെ ഫീച്ചർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു ബ്രാൻഡിൻ്റെ വിശേഷങ്ങൾ, ഇവരെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇവരെങ്ങനെയാണ് ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് എത്തിയത്, ഇവരുടെ ടേക്ക് അവേ അതേപോലെ തന്നെ ഡൈനിങ് ഔട്ട്ലെറ്റ് എങ്ങനെയാണ് നമുക്ക് നാട്ടിൽ തുടങ്ങാൻ പറ്റുക, എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി എന്നുള്ള ഫുൾ കാര്യങ്ങൾ അറിയാൻ ഒട്ടും താമസിക്കുന്നില്ല. വെൽക്കം ടു വീഡിയോ. വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ കണ്ണൂർ ഓഫീസിൽ പോയിട്ടുണ്ടായത്. വൺ ഓഫ് ദ കോഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഇൻഷാക്കിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഈ ബ്രാൻഡ് ഇൻവോൾവ് ആയത് തൊട്ടിട്ട് ഈ ബിസിനസ്സിൻ്റെ ROI, അതേപോലെ തന്നെ എങ്ങനെയാണ് എൻ്റെ ഫ്രാഞ്ചൈസി നമ്മുടെ കേരളത്തിൽ അവർ എക്സ്പാൻഷൻ പ്ലാൻ എങ്ങനെയാണ്, ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്, മോമോ ആസ് എ ബ്രാൻഡ് എങ്ങനെയാണ് കേരളത്തിൽ എമേർജ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന മോമോ ഔട്ട്ലെറ്റ് പോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഇവരുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അൾട്ടിമേറ്റ്ലി പറയട്ടെ, ഫുഡ് വളരെ 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 സൂപ്പറാണ്. മോമോസിൻ്റെ ടേസ്റ്റ് എക്സ്ട്രീംലി സൂപ്പറാണ്. അതിൻ്റെ പ്രസൻറ്റേഷനും വളരെ വളരെ അട്രാക്റ്റീവ് കൂടി. ഈ മോമോസ് ഉണ്ട്, അതേപോലെ തന്നെ ഡൈനാമിറ്റ് ഉണ്ട്, ഷെസ്വാൻ മോമോസ് ഉണ്ട്, സ്റ്റീംഡ് മോമോസ് ഉണ്ട്. ഇതൊക്കെ സൂപ്പർ ടേസ്റ്റ് മാത്രമല്ല, കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള വേറെ ഐറ്റമാണ് കുൽഹത്ത് എന്ന് പറഞ്ഞിട്ട്. ഇതും ഒരു സൂപ്പർ ഐറ്റമാണ്. ഇതിൻ്റെയൊക്കെ പ്രോഫിറ്റബിലിറ്റി ഞാൻ ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് ആസ് എ ഫ്രാഞ്ചൈസി ഓണർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും കഴിച്ചിട്ട് 30% നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇത് എൻ്റയർ സെറ്റപ്പ് തന്നെ ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം കസ്റ്റമർക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക, വളരെ വെർത്തായിട്ടുള്ള അവർ കൊടുക്കുന്ന പൈസക്കുള്ള കൃത്യമായിട്ടുള്ള വെർത്തായിട്ടുള്ള ഓവർ എക്സ്പെക്റ്റേഷനിലൂടെ അവരെ കസ്റ്റമർ സാറ്റിസ്ഫൈ എന്നുള്ള നയത്തിലൂടെയാണ് എൻ്റയർ രീതിയിൽ ഈ മോമോ ഹങ്കർ പോകുന്നത്. ഫൗണ്ടേഴ്സാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും പില്ലർ. അപ്പം ഞാൻ ഈ ഒരു ബിസിനസ് നിങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത്, നിങ്ങളുടെ കപ്പാസിറ്റി എങ്ങനെയാണെന്നൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 2018 ഈ മോമോ ഹങ്കർ എന്നൊരു ഉത്ഭവം വന്ന് 2018. അതായത് 3 ആൾക്കാരും ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്ത നമ്മൾ 3 ആൾക്കാരും. അപ്പോൾ ഈ മോമോസ് നമുക്ക് എങ്ങനെയും കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടോയെന്നൊന്നും അറിയില്ല. 2018 നമുക്ക് എവിടെ. അപ്പോൾ ഒരാൾ മണാലി, ഒരാൾ ചെന്നൈ, ഒരാൾ കൊച്ചി, അവിടെ പോയി മോമോസ് കഴിച്ച് അത് തൃപ്തിപ്പെട്ട് നമ്മൾ കുറേ അവരെല്ലാം റെസിപ്പി പറയാം. അപ്പോൾ നമുക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മളെ റെസിപ്പിയിൽ കിട്ടാൻ വേണ്ടിക്ക് നമ്മളങ്ങനെ സഹിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് ചെയ്ത് ഉണ്ടാക്കി. അങ്ങനെയാണ് ഹങ്കർ അങ്ങനെ ഒരു പ്ലാൻ വന്ന് മോമോ ഹങ്കർ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വന്ന ഒരു ബ്രാൻഡായിട്ട് നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെയാണ് മോമോ ഹങ്കർ എന്നൊരു പ്ലാൻ. അത് 2020 നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ബ്രാഞ്ച് മാട്ടൂലാണ്. 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ ഓക്കെയാണ്, വെൽ സെറ്റാണ്. 2022 നമുക്ക് മോമോ ഹങ്കർ 2ാമത്തെ ഔട്ട്ലെറ്റ് നമുക്ക് തുടങ്ങാൻ പറ്റി. ഇപ്പോൾ 2024 ഇപ്പോൾ സെൻട്രൽ കിച്ചണായി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുഴപ്പങ്ങളില്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നു. ടേസ്റ്റ് ആയിട്ടുള്ള ഏതൊരു സംരംഭത്തിനെയും വിജയിക്കുന്നതിൽ നിർണായക ഘടകമായിട്ടുള്ള 3 ഫാക്ടേഴ്സിൽ ഒന്ന് ടേസ്റ്റാണ്, 2 ക്വാളിറ്റിയാണ്, മൂന്നാമത്തത് അത് റെപ്രസെൻ്റ് ചെയ്യുന്ന, അത് കസ്റ്റമർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതിയാണ്. മോമോ ഹങ്കർ ആസ് എ ബ്രാൻഡ് വളരെ പ്രീമിയം രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ അവരോട് ചോദിച്ചു, ഇത്രയും സൂപ്പറായിട്ട് ടേസ്റ്റ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓൾറെഡി നമ്മൾ മോമോ ഹങ്കറിന്റെ താഴെ തന്നെ ചെയ്തിട്ടുണ്ട് മാജിക് ഓഫ് മോമോ വെറൈറ്റീസ്. എല്ലാം റെസിപ്പി മൊത്തം മാജിക് ആണ്. അത് ആരും നമ്മൾ പുറത്തുനിന്ന് ആരും കൊണ്ടുവന്നതല്ല. നമ്മൾ തന്നെ പ്രൊഡക്റ്റ്, നമ്മൾ തന്നെ റെസിപ്പിയും കാര്യങ്ങളും നമ്മൾ ചെയ്ത് നമ്മൾ കസ്റ്റമർ വന്നാൽ അവർ സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റിയ റെസിപ്പിയും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടാണ്. അതുകൊണ്ടാണ് മോമോ ഹങ്കറിന്റെ താഴെ മാജിക് ഓഫ് മോമോ വെറൈറ്റീസ് എന്നൊരു സംഭവം നമ്മൾ കൊണ്ടുവന്നത്. ഇല്ല, അത് കാരണം വെച്ചാൽ നമ്മൾ വേറെ സ്റ്റാഫ് വന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു റെസിപ്പി അല്ല. നമ്മൾ 3 ആൾക്കാരും കൊണ്ടുവന്ന് ഷെസ്വാൻ ആയിക്കോട്ടെ, എന്ത് വേൾഡ് റിച്ച് അങ്ങനെയല്ല, മോമോസ് എന്ത് റെസിപ്പി ആയിക്കോട്ടെ അത് കൊണ്ടുവന്ന് നമ്മൾ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ റെസിപ്പി കൊണ്ടുവന്നത്. അത് നമ്മൾ പഠിപ്പിച്ച് സ്റ്റാഫിന് അത് ചെയ്ത് കൊടുത്ത് അവരാണ് ഇപ്പോൾ ചെയ്തത്. നമ്മളെല്ലാം അവരാണ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 30% മുകളിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് ആണെന്നാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞത്. ഓപ്പറേഷണൽ കോസ്റ്റും വളരെ കുറവാണ്, കാരണം എല്ലാം SOP ഡ്രിവൺ ആണ്. മോമോ ഹങ്കറിൻ്റെ കൂടെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ 2 ഓപ്ഷൻസാണ് ഉള്ളത്. അതായത് നമ്പർ 1, ആദ്യത്തെ പറഞ്ഞ ടേക്ക് അവേ കൗണ്ടർ. വളരെ തിരക്കേറിയ സ്ഥലങ്ങളിൽ, ബീച്ച്, പാർക്ക്, അതേപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാം വളരെ ക്രൗഡഡ് ആയിരിക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ടേക്ക് അവേ കൗണ്ടറിന്. നിങ്ങൾക്ക് മോമോ ഹങ്കറിൻ്റെ ടേക്ക് അവേ കൗണ്ടർ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെറും 120 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്പേസ് മതി. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവർ ടേക്ക് അവേ കൗണ്ടർ സെറ്റപ്പ് ചെയ്ത് തരും. അതേപോലെ തന്നെ ഒരു സ്റ്റാഫിനെ, മെയിൻ ഷെഫിനെ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. അപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഷെഫ്
മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പുതിയ ഷെഫിന് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്നുള്ളത് ഫുൾ ടൈം ഉണ്ടാവും. അവർ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ദിവസം പോലും നിങ്ങളുടെ വർക്കിംഗ് ഡേയ്സ് ലോസ് വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ടേക്ക് അവേ കൗണ്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷൻസ് ഡൈനിങ് ഓപ്ഷനാണ്. നമ്മുടെ മോൾസ്, ഷോപ്പിംഗ് കോംപ്ലക്സ് അതേപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തിരക്കുണ്ട്, അതേപോലെ തന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി അവിടത്തേക്ക് പോയി അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡൈനിങ് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ ഡൈനിങ് എക്സ്പീരിയൻസിനകത്ത് വരുന്ന ഫ്രാഞ്ചൈസി കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. മിനിമം 300 to 500 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഈ ഒരു ഡൈനിങ്ങിനായിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാണ്ട് വരുന്നത്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡൈനിങ്ങിനാണോ ടേക്ക് അവേക്കാണോ എന്ന് നോക്കിയിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇവിടെയും ഒരു ഷെഫിനെ നിങ്ങൾക്ക് മെയിൻ ഷെഫിനെ കംപ്ലീറ്റ് ട്രെയിനിങ്ങോട് കൂടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതാണ്. ഇനി രണ്ട് കേസിലും ടേക്ക് അവേയിലാണെങ്കിലും ഡൈനിങ്ങിലാണെങ്കിലും നിങ്ങളുടെ സ്ഥാപനം ഗ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട്, ഫുൾ ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടുകൾ, എസ്പെഷ്യലി ഈ പ്രൊഡക്റ്റ് കാറ്റഗറിയിലൊക്കെ ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ 6 മാസങ്ങളിലും മെനുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിക്കും. ഇനി ഏറ്റവും മികച്ച വേറൊരു കാര്യം, മാജിക് ഓഫ് മോമോ വെറൈറ്റീസ് ഇവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും സപ്ലൈ ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നായിരിക്കും. ഈ ഫ്രാഞ്ചൈസി അവസരം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ആൾക്കാർക്ക് നിങ്ങളുടെ നാട്ടിൽ തീർച്ചയായിട്ടും എനിക്ക് ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആവുമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ കോൾ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.